പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഖദരികൾ എന്ന് പറയുന്ന ഒരു ടീം, ആ ടീം അവർ പിഴച്ചവരാണെന്നും അവരുമായി യാതൊരു ബന്ധവും പാടില്ലെന്നും പഠിപ്പിക്കുന്ന ഹദീസാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹ് മുസ്ലിമിൽ 1-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്ന 1-ാമത്തെ ഹദീസ് തന്നെ. ഈ കക്ഷികൾ അവര് പല നിറത്തിലും കോലത്തിലും പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ ശരിയായ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടി പരിശ്രമിച്ചു. അവരുടെ എല്ലാം വാദം അവരാണ് ശരിയായ വിശ്വാസികൾ എന്നും അവരുടെ മാർഗമാണ് ഏറ്റവും ശരിയായത് എന്നും ആയിരുന്നു. അങ്ങനെ വാദിച്ച കക്ഷികളിൽ പലരും പല പേരുകളിൽ അറിയപ്പെട്ടു. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് നാസിബത്ത് എന്ന് പറയുന്നത്. നാസിബത്ത് എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെ മിമ്പറിൽ വെച്ച് ലഅനത്ത് ചെയ്തിരുന്ന ഒരു ടീമാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചിരുന്ന ഒരു ടീമാണ്. അവരുടെ നേര് അപ്പുറം റാഫിളത്ത് എന്ന വേറൊരു ടീമുണ്ടായിരുന്നു. അവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പിഴച്ചുപോയി എന്ന് വാദിച്ചവരും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അമിതമായി പുകഴ്ത്തി മറ്റാർക്കുമില്ലാത്ത പ്രത്യേകതകൾ അലി റളിയല്ലാഹു അൻഹുവിന് പലവിധത്തിലും ഉണ്ടെന്ന് വാദിച്ച് അവസാനം അതിൽ ചിലർ അലി ഇബ്നു അബീ ത്വാലിബ് 2-ാം പടച്ചവനാണ് എന്നുവരെ വാദിച്ചു. ആ കക്ഷികളാണ് റാഫിളത്ത് എന്ന് പറയുന്നത്. ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും അലി ഇബ്നു അബീ ത്വാലിബാണ് എന്ന് അവർ വാദിച്ചിരുന്നുവെന്ന് ഇമാം അബൂ മൻസൂർ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 2-ാം പടച്ചവനായി അവതരിപ്പിച്ചു അലി റളിയല്ലാഹു അൻഹുവിനെ ആ റാഫിളത്തിൽപ്പെട്ട വളരെ അതിരുകവിഞ്ഞ ഒരു വിഭാഗം. എല്ലാ കക്ഷികളും അലി റളിയല്ലാഹു അൻഹു അല്ലാത്ത സഹാബികളെ, പ്രത്യേകിച്ചും 3 ഖുലഫാഉർ റാഷിദീങ്ങളെ വളരെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു. അതേപോലെ അവരുടെ ഒരു ഭാഗമാണ് ഇന്നത്തെ ഷിയാക്കൾ എന്ന് പറയുന്ന കക്ഷികൾ. എല്ലാവരും ഇവിടെ ചെയ്തത് മുസ്ലിമീങ്ങളെ പരിശുദ്ധ ഖുർആൻ ഓതി ദുർവ്യാഖ്യാനം ചെയ്ത് അവരുടെ വിശ്വാസങ്ങളിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടി ഉള്ളത് ഇല്ലായ്മ ചെയ്ത് മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു എല്ലാ പുത്തൻവാദികളും ചെയ്തിരുന്നത്. ഈ കക്ഷികളുടെ എല്ലാം ശല്യം വളരെ കുറഞ്ഞ അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത ഒരു നാടായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ശല്യങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല. ഇവിടെ ജീവിച്ചിരുന്ന മുൻഗാമികളായ പണ്ഡിതന്മാർ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതുപോലെ ഖുതുബ് സമാന സയ്യിദ് അൽവിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലെ, കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് ജിഫ്രി തങ്ങളെ പോലെ, വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ പോലെ എത്രയോ വലിയ ആത്മീയ ചൈതന്യമുള്ള ഇമാമിങ്ങൾ ഇവിടെ ജീവിച്ച് സമുദായത്തിന് ശരിയായ മാർഗദർശനം നൽകി. ഇവിടെ ഒരുപാട് മഖബറുകളിൽ മറവ് ചെയ്യപ്പെട്ട എത്രയോ ആളുകളെ നമുക്ക് അറിയാം. പെരിങ്ങത്തൂരിൽ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന് ദീൻ പ്രചരിപ്പിച്ച മഹാനാണ്. അതേപോലെ മൈ അലവി തങ്ങൾ അവിടെ അതിന് കുറച്ചപ്പുറത്ത് മാഹിയുടെ സമീപത്ത് അവിടെ ദീൻ പ്രചരിപ്പിച്ച മഹാനാണ്. അതേപോലെ മഹാന്മാരായ സാദാത്തുക്കൾ, വലിയ വലിയ ആലിമീങ്ങളായ സാദാത്തുക്കൾ, ജലാലുദ്ദീൻ അൽ ബുഖാരിയെ പോലെ, മൗലൽ ബുഖാരി തങ്ങളെ പോലെ എത്രയോ വലിയ കറാമത്തുകൾ ഉണ്ടായ
മഹാന്മാർ ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ കൃത്യമായി ജീവിതത്തിൽ മനസ്സിലാക്കി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അമ്പിയാക്കളോടും സജ്ജനങ്ങളോടും വലിയ ആദരവോടുകൂടെ ജീവിക്കുകയും മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾക്ക് ഇമാമിങ്ങളെ അവലംബിച്ചപ്പോൾ, വിശ്വാസപരമായ വിഷയങ്ങളിൽ ഇമാമിങ്ങളെ അവലംബിച്ചപ്പോൾ ആത്മീയമായ ശുദ്ധീകരണത്തിന് വേണ്ടി മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖാജാ മുഈനുദ്ദീൻ അൽ അജ്മീരി തങ്ങളെ പോലെ, ഇബ്രാഹിം ദസൂഖി തങ്ങളെ പോലെ, അബുൽ ഹസൻ ശാദിലി തങ്ങളെ പോലെ, അതേ അഹ്മദുൽ ബദവി തങ്ങളെ പോലെ ഖദ്ദസല്ലാഹു അസ്റാറഹും ധാരാളം വലിയ വലിയ മഹത്തുക്കളായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവര് പഠിപ്പിച്ച വിശ്വാസവും അവര് പഠിപ്പിച്ച ആദർശവും അവര് പഠിപ്പിച്ച രീതിയും സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള ജനങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പാറ പോലെ ഉറച്ചു നിന്ന് അവർ വളരെ നല്ല നിലക്ക് ജീവിച്ചു കൊണ്ടിരുന്നു എന്നതാണ് കേരളത്തിലെ ആത്മീയ പശ്ചാത്തലം. അതിന് മാറ്റം വരുത്തി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വന്ന കക്ഷികൾ ഇസ്ലാമിന്റെ അടിത്തറകളിൽ പലതും അവർ മാന്തി പൊളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നു, അമ്പിയാക്കൾ സാധാരണ മനുഷ്യർ അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത പ്രത്യേകതകൾ നൽകി നിയോഗിച്ചിട്ടുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നാൽ കാണാൻ കഴിയുമെങ്കിലും അത് ജിബ്രീലാണ് എന്ന് ഗ്രഹിക്കാൻ കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ സഫുകളിലൊക്കെ മലക്കുകളുണ്ടെന്നും അവർ വലദ്ദാല്ലീൻ എന്ന് ഇമാമ് പറഞ്ഞതിന് ശേഷം ഇമാം ആമീൻ ചൊല്ലുമ്പോൾ മലക്കുകൾ ആമീൻ ചൊല്ലുന്നുണ്ടെന്നും ഹദീസിൽ നമുക്ക് കാണാം. അതേ സമയത്ത് തന്നെ നമ്മളും ആമീൻ പറയണം എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. മറ്റുള്ള പ്രവൃത്തികളൊന്നും അങ്ങനെയല്ല. ഇമാമ് സുജൂദിൽ എത്തിയിട്ടാണ് നമ്മൾ സുജൂദിലേക്ക് പുറപ്പെടേണ്ടത്. ഇമാമ് തക്ബീർ ചൊല്ലി കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്ബീർ ചൊല്ലേണ്ടത്. ഇമാം റുകൂയിൽ എത്തിയിട്ടാണ് നമ്മൾ റുകൂയിലേക്ക് പോകേണ്ടത്. എന്നാൽ ഈ ഒരൊറ്റ കാര്യം ഇമാമ് ചെയ്യുമ്പോൾ കൂടെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ ഇമാമ് ചൊല്ലുമ്പോൾ ഇമാമിന്റെ കൂടെ തന്നെ ആമീൻ പറയണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം, മലക്കുകൾ തത്സമയം ആമീൻ ചൊല്ലും. ആ മലക്കുകളുടെ ആമീനോട് നിങ്ങൾ ആമീൻ യോജിച്ചു വന്നാൽ നിങ്ങളെ പാപം പൊറുക്കപ്പെടുമെന്നാണ്. സുഹൃത്തുക്കളെ, എന്നാൽ ഈ മലക്കുകളെ നമ്മൾ നിസ്കാരത്തിൽ കാണുന്നുണ്ടോ? അവർ ആമീൻ ചൊല്ലുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമുക്കത് കേൾക്കാനും കാണാനും സാധ്യമല്ല. അമ്പിയാക്കൾ അങ്ങനെയല്ല. അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ കഴിയുന്നു. മൂസാ നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കാണുന്നില്ല, ഫിർഔൻ കാണുന്നില്ല, കൊട്ടാരത്തിലുള്ള ആരും കാണുന്നില്ല. അതേസമയം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നു. ഇതുപോലെ ഓരോ അമ്പിയാക്കളും അവരുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ അവർ കാണുന്നു, കേൾക്കുന്നു, സംവദിക്കുന്നു. മറ്റുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. അമ്പിയാക്കൾ സാധാരണക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ച് മരിക്കുക എന്നതൊരിക്കലും സാധ്യമേ അല്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ
ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരാണെന്ന് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രബോധനം 1980 ഡിസംബറിൽ എഴുതി വെച്ചത്, 87 ജനുവരിയിൽ എഴുതി വെച്ചത്. അതുപോലെ മുജാഹിദിന്റെ ശബാബ്, അതുപോലെ മുജാഹിദിന്റെ പത്രങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് എഴുതി വെച്ചത് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. വാസ്തവത്തിൽ ഖുർആനിൽ വിശ്വാസമുള്ള ഒരാൾക്കും അങ്ങനെ ഒരു വിശ്വാസം പ്രചരിപ്പിക്കാൻ സാധ്യമല്ല. രണ്ടാമതായി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ അമ്പിയാക്കൾ അവരെ സംബന്ധിച്ച് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്നൊരു സാധാരണ മനുഷ്യരായിട്ട് അല്ലല്ലോ. ഖുൽ നബിയെ പറയൂ, ഇന്നമാ അന ബശറുൻ, നിശ്ചയം ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. മിഥിലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാൻ മനുഷ്യൻ മാത്രമാണ്, പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യനല്ല. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് നൽകപ്പെടുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, പോകുന്നു, പറയുന്നു, സംസാരിക്കുന്നു. അങ്ങനെ ഞാനും നിങ്ങളും തുല്യനല്ല എന്നാണ് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചത്. പക്ഷേ അതിൻ്റെ അർത്ഥം മാറ്റി ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് എന്ന് അർത്ഥം മാറ്റിവെച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ കടക്ക് കത്തിവെക്കുന്ന ഈ പുത്തനാശയം ഇവിടെ പുത്തനാശയക്കാർ അവരുടെ പത്രങ്ങളിൽ എഴുതി പിടിപ്പിച്ചും പ്രസംഗിച്ചും പ്രചരിപ്പിച്ചത്. അവർ അവിടെ നിന്ന് ഒന്നുകൂടി മുന്നോട്ട് പോയി. അവർ അമ്പിയാക്കളെ നമ്മളെപ്പോലെ തന്നെ കണ്ടു. അങ്ങനെ അവർ പറഞ്ഞു, അമ്പിയാക്കൾക്ക് ധാരാളം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരൊരിക്കലും അവരുടെ നേതാക്കളായി പരിചയപ്പെടുന്ന മൗലവിമാർക്ക് അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചു എന്ന് ഒരു പത്രത്തിലും എഴുതിയില്ല. KM മൗലവിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് മൗലവിമാരാരും എഴുതിയത് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അതേപോലെ വക്കം മൗലവിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് എഴുതിയത് കണ്ടിട്ടില്ല. കാരണം ഏതൊരാശയവും നിലനിൽക്കണമെങ്കിൽ അവരുടെ നേതൃത്വത്തെ സംബന്ധിച്ചുള്ള ബഹുമാനം നിലനിൽക്കണം എന്നത് ഏത് പ്രാഥമിക വിദ്യാർത്ഥിക്കും അറിയാം. മോനെ, എൻ്റെ ഉസ്താദ് കുറെ തെറ്റി എന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയെ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്താൽ ആ കുട്ടിക്കുണ്ടോ പിന്നെ ഈ ഉസ്താദ് പഠിപ്പിക്കുന്നതിൽ വല്ല വിശ്വാസവും ഉണ്ടാകുന്നു? ഒരിക്കലും ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പല്ലേ? അതേ സമയത്ത് നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വന്ന വിശ്വാസം എന്തായിരുന്നു? അമ്പിയാക്കൾക്കാർക്കും തെറ്റുകൾ സംഭവിക്കുകയില്ല, അബദ്ധങ്ങൾ സംഭവിക്കുകയില്ല, മലക്കുകൾക്ക് തെറ്റ് സംഭവിക്കുകയില്ല. ഇതാണ് നമ്മളെല്ലാവരും പഠിച്ചു വന്ന കാര്യം. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ IPH പ്രസിദ്ധീകരിക്കുന്ന ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്ന് മൗദൂദി പറഞ്ഞതായി ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ 2010 ജനുവരിയിലെ അൽമനാർ നോക്കിയാൽ അതിൽ മുജാഹിദുകളും എഴുതി വെച്ചത് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആക്ഷേപിച്ചുവെന്നും ഈ അൽമനാറിൽ 2010 ജൂലൈയിലെ ഈ അൽമനാറിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ അമ്പിയാക്കളെ സംബന്ധിച്ചും അവരുടെ വാദം അങ്ങനെയാണ്. എല്ലാ നബിമാരും തെറ്റ് ചെയ്തവരാണ് എന്ന വാദമാണ്. ഈ വാദം ഉന്നയിക്കുന്നത് എന്തിനാണ്? അമ്പിയാക്കളെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ലാതിരിക്കണം. അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അമ്പിയാക്കളെ സംബന്ധിച്ചുള്ള വിശ്വാസം ആദ്യം കളഞ്ഞു കുടിക്കണം. ഇതിലെഴുതിയത് ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ആകയാൽ അള്ളാഹു ആക്ഷേപിച്ച ഒരു വ്യക്തിയാണ്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്നും അതേപോലെ പിഴവുകൾ സംഭവിച്ച ഒരാളാണെന്നും സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് യാതൊരു വിഷമവും പുത്തനാശയക്കാർക്കുണ്ടായില്ല. അവർ അമ്പിയാക്കളെ സംബന്ധിച്ചുള്ള മതിപ്പ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാനാണ് തുടക്കം മുതലേ അവർ പരിശ്രമിച്ചു വന്നത്. കാരണം അമ്പിയാക്കളെ സംബന്ധിച്ച് ഇവിടെ ഒരു മതിപ്പുണ്ടാകാൻ പാടില്ല. അവർ നമ്മളെപ്പോലത്തെ ഒരാൾ എന്ന വിശ്വാസം ഇവിടെ പ്രചരിപ്പിക്കാനാണ് അവർ പരിശ്രമിച്ചത്. ഇക്കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മളൊക്കെ അമ്പിയാക്കളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് അവരുടെ ഭൗതിക ശരീരം പോലും മണ്ണിന്റെ ഉള്ളിൽ വെച്ച് ജീർണിക്കുകയില്ല എന്നാണ്. നമ്മളത് വെറുതെ അങ്ങ് വിശ്വസിക്കുകയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അമ്പിയാക്കളുടെ ശരീരം ഭൂമി തിന്നുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ ഈ പുത്തൻവാദികൾക്ക് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ ആ അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗം തന്നെ അതേ ഖബറുകളിൽ ജീർണിച്ച ശവങ്ങൾ എന്നാണ്. അവരുടെ ബാപ്പയെ സംബന്ധിച്ചോ അവരുടെ മൗലവിയെ സംബന്ധിച്ചോ അദ്ദേഹം മരണപ്പെടുമ്പോ നിന്റെ ബാപ്പാന്റെ ശവം കൊണ്ടുപോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചാൽ അവന് ചൂടാവും. അതേ സമയത്ത് അമ്പിയാക്കളുടെ ശവകുടീരങ്ങൾ എന്നാണ് സർവ മൗലവിമാരും പ്രസംഗിക്കുന്നത്. നാദാപുരത്ത് വന്ന് മുമ്പ് പ്രസംഗിച്ച ഒരു മൗലവിയുണ്ട്, അദ്ദേഹത്തിന്റെ ശൈലി തന്നെ അങ്ങനെയാണ്, അമ്പിയാക്കളുടെ ശവകുടീരങ്ങൾ എന്നാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ബാപ്പയുടെ ശവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാൻ കഴിയാത്ത വാചകമാണ്. അമ്പിയാക്കളുടെ ശരീരങ്ങളെ സംബന്ധിച്ച് ശവം എന്നല്ല പ്രയോഗിക്കേണ്ടത്. അമ്പിയാക്കളുടെ മഹത്വമേറിയ ആ ശരീരങ്ങൾ അത് ഭൂമിയിൽ വെച്ച് ജീർണിക്കാതെ സൂക്ഷിക്കപ്പെടുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ഞങ്ങൾ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നത് കൊണ്ട് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് പുത്തൻവാദികൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല? അവർക്ക് ഖുർആനിലും സുന്നത്തിലും വിശ്വാസമില്ല. അവർ അവരുടെ മൗലവിമാർ പറയുന്നത് കണ്ണടച്ച് വിഴുങ്ങുന്നു. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? ഖുർആൻ പഠിപ്പിച്ചത് വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. ഓ നബിയെ, മൂസാ നബിയെ തങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, അതിൽ ആർക്കും സംശയം വേണ്ട. ഖുർആൻ പറയാണ്, മൂസാ നബിക്ക് നമ്മൾ വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ആ മൂസാ നബിയെ തങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ ജനിക്കുന്നതിന്റെ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ആളാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. പക്ഷെ ആ മൂസാ നബിയെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടുമുട്ടിയെന്ന് നമ്മൾ സുന്നി വോയിസിൽ എഴുതിയതല്ല, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇനി ഹദീസിന്റെ ഗ്രന്ഥം നോക്കിയാൽ അതേ മറർതു ബി മൂസാ ലൈലത ഉസ്രിയ ബി, ഇസ്രാഇന്റെ രാത്രിയിൽ മൂസാ നബിയുടെ സമീപത്ത് ഞാൻ ചെന്നു. അപ്പോൾ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ഇനിയും നിങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ബുഖാരിയിലും മുസ്ലിമിലും സർവ്വ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, അതേ ഞാൻ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടു. ആ മിഅ്റാജിന്റെ ആ വലിയ യാത്ര നടന്നപ്പോൾ ഒന്നാമത്തെ ആകാശത്തിൽ ഞാൻ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതിന്റെ മേൽപോട്ട് പോയപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി സംസാരിച്ചു. യഹ്യാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി സംസാരിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി സംസാരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി സംസാരിച്ചു. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. അങ്ങനെ പോയി ആറാമത്തെ ആകാശത്തിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഒരുപാട് സമയം സംഗമിക്കുകയും ഒരുപാട് സഹായങ്ങൾ മൂസാ നബി നൽകുകയും ചെയ്തു. 50 നേരത്തെ നിസ്കാരവും വാങ്ങി തിരിച്ചു വരുന്ന എന്നെ 9 പ്രാവശ്യം മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചയച്ചു. അങ്ങനെ 50 നേരത്തെ നിസ്കാരം 5 ആക്കി ചുരുക്കി എന്റെ ഉമ്മത്തിന് ഇളവ് ചെയ്യാനുള്ള വലിയ സഹായം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന എനിക്ക് ലഭിച്ചു എന്ന് പഠിപ്പിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
ഇത് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അത് തള്ളിക്കളയുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അവർക്ക് ഖുർആൻ അവർ സ്വീകരിക്കുകയില്ല, ഹദീസ് അവർ സ്വീകരിക്കുകയില്ല. അവരെഴുതി വെച്ചത് നോക്കൂ നിങ്ങൾ. അമ്പിയാക്കളടക്കമുള്ള മഹാന്മാരെ പറ്റി എഴുതിയത് എന്താണ്? ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ഈ വലിയ ഗുണം 50 നേരത്തെ നിസ്കാരം 5 ആക്കി ചുരുക്കി ഈ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് ചെയ്ത ഗുണം, അതിനെ അവർ വിശ്വസിക്കുന്നേയില്ല. ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ അവർ എങ്ങനെ ഗുണം ചെയ്യാൻ സാധിക്കുമെന്നാണ് അവരുടെ ചോദ്യം. ഇത് ഖുർആൻ സ്വീകരിക്കലാണോ? അല്ല യുക്തിവാദമാണോ? നിരീശ്വരവാദമാണോ? ഇതൊരിക്കലും ഖുർആൻ സ്വീകരിച്ചുകൊണ്ടുള്ള ആശയമല്ല. ഇനിയും നിങ്ങൾക്ക് കാണാം, അതിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് വിഗ്രഹങ്ങളെ വിളിച്ച് തേടിയിരുന്ന അബൂജഹലാദി ആളുകളോട് നിങ്ങൾ ആ വിഗ്രഹങ്ങളെ വിളിച്ചാൽ ആ വിഗ്രഹം കേൾക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമീഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ എന്ന സൂറത്ത് ഫാത്തിറിലെ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ എല്ലാ തഫ്സീറിലും കാണാം അവകൾക്ക് ജീവനില്ല, സംസാരമില്ല, വിഗ്രഹങ്ങളാണ്, അവകളെ വിളിച്ചിട്ട് കാര്യമില്ല, കേൾക്കുകയില്ല എന്നൊക്കെയാണ് അവിടെ പഠിപ്പിച്ചത്. എല്ലാ തഫ്സീറിലും കാണാം. ആ തഫ്സീറൊന്നും സ്വീകരിക്കാൻ പുത്തൻവാദികൾ തയ്യാറല്ല. അവരതൊക്കെ അമ്പിയാക്കളിലേക്ക് ചുമത്തുകയാണ്. അമ്പിയാക്കളെ വിളിച്ചാൽ കേൾക്കൂല. സുബ്ഹാനല്ലാഹ്, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ അങ്ങേക്ക് സലാം എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന ആയത്തോതാണ്, വിളിച്ചിട്ട് കാര്യമില്ല, കേൾക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി കാലഘട്ടം മുതൽ ഇന്നുവരെ നിസ്കരിച്ചവരൊക്കെ ശിർക്ക് ചെയ്തവരായി. അങ്ങനെയാണല്ലോ ചേകനൂർ മൗലവി പച്ചയായി അദ്ദേഹത്തിന്റെ നമസ്കാരം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൂടാ എന്നതിന് ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതിന് ശേഷം എഴുതുകയാണ്, നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ അത് വെറും കല്ല് പോലെയാണ്, അല്ലെങ്കിൽ മരക്കഷ്ണം പോലെയാണ്, യാതൊരു കാര്യവും ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ ജീർണിച്ച ജഡങ്ങൾ യാതൊരു ഉപകാരവും ചെയ്യൂല, കേൾക്കൂല എന്ന് ഒരു പുതിയ വാദം ലോകത്തൊരു സഹാബിയും വിശ്വസിച്ച വാദമല്ല. ലോകത്ത് ഒരു നബിയും വിശ്വസിച്ച വിശ്വാസമല്ല, ഒരു നബിയും പഠിപ്പിച്ച വിശ്വാസമല്ല, ഒരു സഹാബിയും പഠിപ്പിച്ച വിശ്വാസമല്ല, ഒരു ഇമാമും പഠിപ്പിച്ച വിശ്വാസമല്ല. ഇവരുടെ വകയിൽ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് അമ്പിയാക്കളെ അങ്ങേയറ്റം നിസ്സാരപ്പെടുത്തി അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, എല്ലാ ഉപകാരവും സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് അല്ലാഹുവാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്യുന്ന ഗുണങ്ങൾ അവന്റെ സൃഷ്ടികൾ മുഖേന നൽകുന്ന പതിവാണ് റബ്ബിനുള്ളത്. നമുക്ക് ശരീരത്തിൽ ആത്മാവിനെ അല്ലാഹു നിക്ഷേപിച്ചത് മലക്ക് മുഖേനയാണ്. നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് മലക്ക് മുഖേനയാണ്. നമുക്ക് അറിവെത്തിച്ചു തരാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നബി തങ്ങൾക്ക് വഹി എത്തിച്ചു കൊടുക്കുകയാണ്. മഴ പെയ്യാൻ വേണ്ടി അല്ലാഹു തആല മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അത് നൽകുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടികൾ മുഖേനയാണ് അല്ലാഹു തആല പലതും ഇവിടെ ലഭ്യമാക്കി കൊടുക്കുന്നത് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാം കൊടുക്കുന്നവനും തടയുന്നവരും അല്ലാഹു തന്നെയാണെന്നും അവൻ നൽകുന്നതല്ലാതെ ഒരു നബിക്കും ഒരു റസൂലിനും ഒരു വലിയനും ഒരു മലക്കിനും ഒരു സൃഷ്ടിക്കും ഇല്ലെന്നും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങൾ ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, ആരിൽ നിന്ന് ഏത് സഹായം എപ്പോൾ എത്ര എങ്ങനെ എവിടെ വെച്ച് കിട്ടിയാലും അതെല്ലാം നിന്നിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ സർവ്വ വിഷയങ്ങളിലും നിന്നോട് തന്നെ സഹായം തേടുകയും ചെയ്യുന്നു
എന്ന് ഫാത്തിഹ സൂറത്തിൽ തന്നെ ഓതി അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിച്ച് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അവിടെ ഇയ്യാക നസ്തഈൻ എന്നതിന് ഈ മൗലവിമാര് അർത്ഥം മാറ്റി. അതെ, മനുഷ്യന് കഴിയാത്ത കാര്യങ്ങളിൽ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു, ബാക്കിയുള്ളൊക്കെ മനുഷ്യന് കഴിയുന്ന കാര്യങ്ങൾ എന്ന് അവർ ഒരു വിവേചനം നടത്തിയിട്ട് ഒരു തഫ്സീറും പറയാത്ത, ഒരു ഇമാമിങ്ങളും പറയാത്ത ഒരർത്ഥം ആ ആയത്തിന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാനത് ഇവിടെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നില്ല. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള എല്ലാ മഹാന്മാരെയും നിസ്സാരപ്പെടുത്തുന്ന ഒരാശയം, അങ്ങനെ ഒരു പുത്തനാശയം ഇവിടെ കൊണ്ടുവന്ന കക്ഷികൾ അവർ വിശ്വാസം മുഴുവനും മാറ്റിമറിക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തി. എന്നിട്ട് മുസ്ലിമീങ്ങളെ അവർ ഭിന്നിപ്പിച്ചു. അങ്ങനെ സ്വന്തം മക്കൾ ബാപ്പ ശിർക്ക് ചെയ്ത മുശ്രിക്കാണ് എന്ന് വാദിക്കാൻ തുടങ്ങി. അതുപോലെ സ്വന്തം ഭാര്യ മുശ്രിക്കത്താണ് എന്ന് ഭർത്താവ് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഓരോ വീട്ടിലും അവർ ഭിന്നിപ്പിന്റെ വിത്തുപാർ. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഒന്നിച്ച് നിസ്കരിക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിയിൽ ചെന്നാൽ പള്ളിയിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലണം എന്ന് ഈ കക്ഷികൾ തീരുമാനിച്ചു. അതിനവരെന്ത് ചെയ്തു? ഖുതുബയുടെ ഭാഷ മാറ്റണം എന്നൊരു പുതിയ വാദം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും ഖുതുബക്കൊരു ഭാഷ, നിസ്കാരത്തിന് വേറൊരു ഭാഷ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇല്ല. സഹാബികളിൽ ഒരാളുടെ ജീവിതത്തിലും ഇല്ല. 1200 കൊല്ലത്തോളം ലോകത്ത് ജീവിച്ച ഒരു പണ്ഡിതന്റെ ജീവിതത്തിലും ഒരു പള്ളിയിലും അറബിയിലല്ലാതെ ഖുതുബ നിർവഹിച്ച ചരിത്രം ഇല്ല. പക്ഷേ ഇസ്ലാമിനെ മാറ്റിമറിക്കാൻ തുനിഞ്ഞ ഈ കക്ഷികൾ അവിടെ നിസ്കാരം ബാത്തിലായാലും തിരക്കേടില്ല, മുസ്ലിമീങ്ങൾ തമ്മിൽ പള്ളിയിൽ തല്ല് നടക്കണം എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ആയഞ്ചേരി പൈങ്ങോട്ടായി പള്ളി 45 കൊല്ലത്തോളം പള്ളിയിൽ തല്ലുണ്ടായ കാരണത്താൽ പൂട്ടിയിട്ട് വില്ലേജ് ഓഫീസർ താക്കോല് സൂക്ഷിച്ച് അതേ ചില സമയങ്ങളിൽ വന്ന് അവിടെയുള്ള തേങ്ങ പറിച്ചെടുത്ത് പള്ളി തുറന്ന് അതിൻ്റെ ഉള്ളിൽ തേങ്ങ സൂക്ഷിച്ചു. പശുക്കൾ ആ പള്ളിയിൽ കയറി മൂത്രമൊഴിച്ചു. ഇത് ആരുണ്ടാക്കിയ മുസീബത്താണ്? ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ മുസീബത്താണ്. അതേ, മുജാഹിദ് ഉണ്ടാക്കിയ മുസീബത്താണ്. അങ്ങനെ 45 കൊല്ലത്തോളം ആ പള്ളി പൂട്ടിക്കിടന്നു. കുറ്റ്യാടി സിറാജുൽ ഹുദ വന്നതിന് ശേഷം കുറ്റ്യാടി ഭാഗത്തുള്ള പുത്തൻവാദികളുടെ എല്ലാ ആണിക്കല്ലുകളും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇളക്കി അവിടെ എല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളും മദ്രസകളും സ്ഥാപിച്ചപ്പോ ഈ പൂട്ടിക്കിടക്കുന്ന പള്ളിയുടെ തൊട്ടടുത്ത് ഞാനൊരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയപ്പോ അവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് തോന്നി ഇനി ഇതും തുറക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവർ മധ്യസ്ഥം പറഞ്ഞ് ആ പള്ളി തുറന്നു. അതുവരെ തുറന്നില്ല. ചെവിട്ടിൽ വെള്ളം പോയാലുണ്ടല്ലോ, പിന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ആ വെള്ളം പോരും. ആ നിലക്ക് അവർ ആ പള്ളി തുറക്കാൻ നമ്മൾ ഇപ്പോഴൊരു പള്ളി ഉണ്ടാക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കാൻ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും വളരെ കുൽസിതമായ ശ്രമം നടത്തി. എല്ലാ മുസ്ലിമീങ്ങളും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളായി അവർ ചിത്രീകരിക്കുകയും അമ്പിയാക്കൾ അള്ളാഹുവിന് വഴിപ്പെടാത്ത തെറ്റുകൾ ചെയ്തവരാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അമ്പിയാക്കളോടുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തി. ഞാനപ്പോൾ ഇതേപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. പരിശുദ്ധ റമദാനിൽ അന്യനാട്ടിൽ പോയവര് പോലും നാട്ടിലെത്താൻ ശ്രമിക്കും. എല്ലാവരും ഒന്നിച്ച് രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കും. ആ തറാവീഹ് നിസ്കാരം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും 20 റകഅത്ത് തറാവീഹ് പഠിപ്പിച്ചതിനാൽ എല്ലാ സ്ഥലങ്ങളിലും മക്ക മദീനയിലടക്കം ഈ കൊറോണ വരെ മക്ക മദീനയിലടക്കം 20 റകഅത്ത് തറാവീഹ് തുടർന്നു വന്നു.
എന്നാൽ അതിന്റെ റകഅത്ത് വെട്ടിച്ചുരുക്കണം എന്ന് വാദിച്ച് റമദാനിലും പള്ളിയിൽ തല്ലുണ്ടാക്കാൻ ശ്രമിച്ചു. ഏതൊരു കുടുംബത്തിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതാ തെറ്റിയവര് പരസ്പരം കൈകൊടുത്ത് നന്നാകുന്ന രംഗമാണ് ഉമ്മയും ബാപ്പയും ഒക്കെ മരിക്കുന്ന സമയം. ആ മരിച്ച വീട്ടിൽ മാതൃഭൂമി പത്രം വായിച്ചാൽ ഒരു കുഴപ്പമില്ല, ദേശാഭിമാനി വായിച്ചാലും ചന്ദ്രിക വായിച്ചാലും മനോരമ വായിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ മാത്രം ആ വീട്ടിൽ വെച്ച് ഓതാൻ പാടില്ല. ഇവിടെ പുത്തൻവാദികൾ കൊണ്ടുവന്ന പുതിയ മതമാണ്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? മരിച്ച വീട്ടിൽ ദിക്ർ ചൊല്ലാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? ഹദീസിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെയൊന്നും ഒരു ഖുർആനിലെ ആയത്തിന്റെ തുണ്ടം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, ഒരു ഹദീസിന്റെ തുണ്ടം ചൂണ്ടിക്കാൻ കഴിയില്ല. മറിച്ച് ഇദാ ഹദർതുൽ മരീദ അവൽ മയ്യിത ഫഖൂലു ഖൈറാ, മരിച്ച മയ്യിത്തിനടുക്കൽ ഖൈറായത് ഓതണം, ചൊല്ലണം എന്നാണ് ഖുർആൻ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അവർ സ്വീകരിക്കൂല. മരിച്ച വീട്ടിൽ വെച്ച ഒരാൾ അൽ ഫാത്തിഹ എന്ന് പറയുമ്പോ അവർ ഇറങ്ങിയങ്ങ് പോകും. ഫാത്തിഹ അവർക്ക് കേട്ടുകൂടാ, എന്ത് സ്വറ പറഞ്ഞാലും കുഴപ്പമില്ല, ഫാത്തിഹ കേൾക്കാൻ പറ്റില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസാണ്. ഫാത്തിഹയിലുള്ള ഒരു അക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരും. ആ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഉണ്ടാകാൻ പാടില്ല, അവർക്ക് നിർബന്ധമാണ്. ഞാൻ ചോദിക്കുന്നു, എന്നിട്ടോ ഇവരിങ്ങനെ പറയും മുസ്ലിം സമുദായത്തിന്റെ ഔന്നത്യത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ നന്മക്ക് വേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാര് പ്രവർത്തിക്കുന്നത് എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോയി എന്ന് എഴുതിയത് കൊണ്ട് മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്ന നേട്ടം എന്താണ്? അതിലൂടെ നിങ്ങൾ യഹൂദികളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടാകാം, അത് ഈ മതവിരോധികളെ സുഖിപ്പിക്കുന്നുണ്ടാകാം. ഇതുപോലെ അമ്പിയാക്കൾ വഫാത്തോടുകൂടി അവർക്ക് പിന്നെ ഒരു കാര്യത്തിലും ഇടപെടാൻ ഒരു വകുപ്പുമില്ല എന്ന് പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ മതവിരോധികളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടാകാം. ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിലൂടെ ഖുർആൻ വിരോധികളെ നിങ്ങൾ സുഖിപ്പിക്കുന്നുണ്ടാകാം. നേരെ മറിച്ച് നിങ്ങളുടെ ഈ പുത്തനാശയം കൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്ത് നേട്ടമാണ് ലഭിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും ഏത് കക്ഷികളായാലും ഇനി അതിനേക്കാളെല്ലാം പിഴച്ചുപോയ റാഫിളത്തിന്റെ ചിന്താഗതിയുള്ള കുറെ പുത്തൻവാദികൾ വേറെയുണ്ട്. ഞാനിപ്പോൾ അവരിലേക്കൊന്നും ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവർ റാഫിളത്തിന്റെ വാദമുള്ളവരാണ്. അള്ളാഹു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവർ അവർ റാഫിളത്തിന്റെ വാദമുള്ളവരാണ്. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ അതൊക്കെ റാഫിളത്തിന്റെ വാദമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മഹാന്മാരുടെ കിതാബുകളിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാദമുന്നയിക്കുന്ന കക്ഷികൾ ഇതേപോലെ അവരുടെ വാദത്തെ പിന്തുണച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്ത പല പുത്തൻവാദികളുമുണ്ട്. ഞാൻ ഒരിക്കൽ മലപ്പുറം ജില്ലയിലെ കൂട്ടായിയിൽ പോയി പ്രസംഗിച്ചു. കൂട്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് നൂരിശാ തരീഖത്തുകാരുടെ ശല്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞാൻ പോയി പ്രസംഗിക്കാൻ കാരണം നൂറിശാ തരീഖത്തുകാർ അമ്മികൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരി വെല്ലുവിളിക്കുകയായിരുന്നു. അന്ന് ഞാൻ പോയി നൂറിശാ തരീഖത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ച് അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറയുന്ന വാദവും അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് പറയുന്ന വാദവും ഒക്കെ അവരുടെ പുസ്തകങ്ങളിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച് പ്രസംഗിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ആ പ്രസംഗം വേണമെങ്കിൽ യൂട്യൂബിൽ കിട്ടും. അതിന്റെ ശേഷം പിന്നെ അമ്മികൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ല. അവർ ആ ആശയം പറയാൻ അവർക്ക് പിന്നീട് ധൈര്യം വന്നിട്ടില്ല. അങ്ങനെയുള്ള കുറേയേറെ കക്ഷികളുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ചില പദ്ധതികളും പരിപാടികളുമാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു റാഫിളത്തിന്റെ വാദമുന്നയിച്ച് അതേ CM വലിയുള്ള പടച്ചവനാണ് എന്നിവരെ പറഞ്ഞ കക്ഷികളുണ്ടായില്ലേ? ഓ സുഹൃത്തുക്കളെ, റാഫിളത്തിന്റെ വാദമാണ്. അങ്ങനെ പിഴച്ചുപോയ കക്ഷികളെ പിന്തുടർന്ന് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ച
ജനങ്ങളുടെ ഈമാൻ നശിപ്പിക്കുന്ന ഈ കക്ഷികളുടെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ച കാലത്ത് തന്നെ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ, മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു അടക്കമുള്ള പണ്ഡിതന്മാർ, അവർ ഇവിടെ ഇതിനെ ശക്തമായി നേരിടേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന രൂപീകരിച്ച്, പണ്ഡിതന്മാരുടെ കൂട്ടായ്മ രൂപീകരിച്ച്, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ശരിയായ ഇസ്ലാം, അത് സഹാബികൾ പഠിപ്പിച്ച ഇസ്ലാമാണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമാണ്, ഇവര് പഠിപ്പിക്കുന്നത് ഇസ്ലാം അല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ബോധ്യപ്പെടുത്തി ആ പ്രവർത്തനങ്ങളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും അതുപോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും അതിന് നമുക്കിപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് അതേ വൺ എയിം വൺ ലൈഫ് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷിലുള്ള പുസ്തകം, നേരത്തെ ഉസ്താദിന്റെ ചെറിയ ജീവചരിത്രം നേരത്തെ ഇറങ്ങിയിരുന്നു, അത് നിങ്ങൾ പലരും വായിച്ചവരുണ്ടാകും. അത് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഈ പുസ്തകം അതിനുവേണ്ടി ആയിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിനെതിരായി രംഗത്ത് വന്നപ്പോൾ അതിലെന്തെല്ലാം കക്ഷികൾ വന്നുപോയി നമുക്കറിയാം. മൗലവി ചേകനൂർ എന്ന് പറഞ്ഞ ഒരു സാധനം വന്നു. ഈ മൗലവി ചേകനൂർ വന്നിട്ട് വാദിച്ചത് എന്താണ്? എല്ലാ മുസ്ലിമീങ്ങളും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണ്. അതിനെന്താണ് തെളിവ്? തെളിവ് ഖുർആൻ. ഖുർആൻ എന്ത് പറഞ്ഞു? അയാൾ പറഞ്ഞത് ഖുർആൻ ആയത്തുള്ളത് തന്നെയാണ്, പക്ഷെ അർത്ഥം വെച്ചത് തെറ്റാണ് എന്ന് മാത്രം. എന്താണ് അദ്ദേഹം ഓതിയത്? ഖുർആൻ പറയുന്നു, ലാ തദ്ഉ മഅല്ലാഹി അഹദാ ഇന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളായി പോയി. എന്തേ? അവർ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിക്കുന്നു. അവിടെ എല്ലാ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ നമസ്കാരം എത്ര, എപ്പോൾ, എങ്ങനെ. അതിന്റെ പരസ്യം അതിന്റെ ചട്ടക്കൂട്ടിലുണ്ട്, അതിന്റെ ചട്ടപ്പുറത്തുണ്ട്. നമസ്കരിച്ച് നമസ്കരിച്ച് ബുദ്ധിമുട്ടുന്നവർക്കും ബുദ്ധിമുട്ടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം എന്നാണ് ആ പുസ്തകത്തിന്റെ പരസ്യം. അങ്ങനെ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകം ഞാൻ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ പൊക്കിപ്പിടിച്ച് പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ മൗലവി ചേകനൂരടക്കം ആ ചേകനൂരിന്റെ അതേ ആശയം ഇപ്പോൾ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൗലവിയുണ്ട്. മൗലവിന്റെ പേരൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഈ അടുത്ത് ഒരു വിവാഹത്തിന് നേതൃത്വം കൊടുത്തു. മൂപ്പര് ഖാദിയാരായതാണ്. എന്നിട്ട് ആര്യ എന്ന് പറയുന്ന ഒരു അമുസ്ലിം പെണ്ണിനെ അദ്ദേഹം നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ്. ആർക്ക്? ഒരു അമുസ്ലിം പെണ്ണിനെ ഒരു മുസ്ലിം സഹോദരൻ. എന്നിട്ട് അവൻ അതിന് ആയത്തും ഹദീസും ഓതുകയാണ്. ഇന്നാലില്ലാ പരിശുദ്ധ ഖുർആനിൽ ലാ തൻകിഹുൽ മുശ്രിക്കീന എന്നും അതേപോലെ തന്നെ മുശ്രിക്കാത്തിനെ നിങ്ങൾ വിവാഹം കഴിക്കരുതെന്നും പച്ചയായി പറഞ്ഞത് ഖുർആനിലുണ്ട്. പക്ഷെ അതൊന്നും അയാൾക്ക് ബാധകല്ല. അയാൾ പുതിയ മതം ഉണ്ടാക്കുകയാണ്. അതൊക്കെ വളരെ വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ആര്യ അതെ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ ഈ ആര്യയുടെ ഭർത്താവ് കൊണ്ടുപോയി ഇറക്കി കൊടുക്കണം. തിരിച്ച് ഇവള് വരുമ്പോൾ അവള് കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് കേട്ടുവെക്കാത്തൊന്നും നല്ല സൗഹാർദ്ദ പറയുന്നത്. സൗഹാർദ്ദമല്ല, എല്ലാ മതവും പൊളിക്കാനുള്ള പരിപാടിയാണ്. എല്ലാ മതവും, ഹിന്ദുക്കൾക്ക് ഹിന്ദു മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തണം, മുസ്ലിമീങ്ങളത് അതും കല്ലത്താക്കണം. എല്ലാ മതവും പൊളിക്കാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരു മൗലവി ഈ അടുത്ത രംഗത്ത് വന്നു. ഏതെല്ലാം സാധനങ്ങളാണ്. വേറൊരു മൗലവി ഈ അടുത്ത രംഗത്ത് വന്നു. അവന്റെ വാദം എന്താണ്? അല്ലാഹു തആലാക്ക് 60 മുഴാണ്. അള്ളാഹുവിന് 60 മുഴം. അതെ, അല്ലാഹു തആല ആദം നബിയുടെ കോലത്തിലാണ്. അതിനും അവൻ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി എന്ന് പറഞ്ഞ് ഹദീസ് ഉദ്ധരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ ഹദീസിന്റെ യഥാർത്ഥ അർത്ഥം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബി അള്ളാഹു പടച്ചു അലാ സൂറത്തിഹി, ആദം നബിയുടെ രൂപത്തിൽ പടച്ചു.
ആദം നബിയുടെ രൂപത്തിൽ പഠിച്ചു എന്നാണ്. അതിന് അവൻ അർത്ഥം വെച്ചു അള്ളാഹിന്റെ രൂപത്തിൽ പഠിച്ചു എന്ന് അർത്ഥം വെച്ചു. അപ്പോ അതെ 60 മുഴാണ്. അപ്പൊ അള്ളാഹ്ക്ക് അത് 60 മുഴ നീളം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കോലത്തിലാണ് പഠിച്ചവൻ എന്നവൻ അർത്ഥം വെച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ എന്തേ പിന്നെ ആദം നബിയുടെ കോലത്തിൽ പഠിച്ചു എന്ന് പറയേണ്ടതുണ്ടോ? അതിനെ സംബന്ധിച്ച് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിനെപ്പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. വലിയ വലിയ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അങ്ങനെ പറയേണ്ടതുണ്ട്. കാരണം എന്നെയും നിങ്ങളെയും പഠിച്ചത് ഈ കോലത്തിലല്ല. ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ എനിക്ക് താടിയുണ്ടോ? ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ എനിക്ക് പല്ലുണ്ടോ? ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ ഇത്ര നീളമുണ്ടോ? ഇത്ര തടിയുണ്ടോ? ഇത്ര വലിപ്പമുണ്ടോ? എന്നാ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ സൃഷ്ടിപ്പ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഞാൻ വെറും ബീജം മാത്രമായിരുന്നു. ഞാൻ ഘട്ടം ഘട്ടമായി മാറി മാറി വന്നിട്ടാണ് ഈ രൂപത്തിലെത്തിയത്. ആദം നബി അങ്ങനെയല്ല. ആദം നബി പഠിച്ചത് തന്നെ 60 മുഴം നീളത്തിലുള്ളൊരു ശരീരം ഉണ്ടാക്കിയിട്ടാണ്. മറ്റുള്ള ജനങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ല എന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യമറിയാത്ത ജനങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ആദം നബിയുടെ കോലത്തിലാണ് പടച്ചവൻ എന്ന് വാദിക്കുന്ന ഒരു സാധനം ഈ അടുത്തിറങ്ങിയതുണ്ട്. ഞാൻ പല പ്രസംഗങ്ങളിലും അത് ഇറങ്ങിയ ഉടനെ സൂചിപ്പിച്ചിരുന്നു, ഉള്ളാളത്തുനിന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എന്തെല്ലാം പുത്തൻവാദികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇനി ഏതൊക്കെ വരാനുണ്ടോ, എല്ലാ സാധനങ്ങളെയും അതേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇവിടെ ഈമാൻ സംരക്ഷിക്കുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ച ഏറ്റവും ഉന്നതമായ ദൗത്യം. അതോടുകൂടെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയത്തിലും പണ്ഡിതന്മാർ ഇവിടെ പ്രവർത്തിച്ച് എല്ലാ ജനങ്ങൾക്കും ഉപകാരം ചെയ്തു. ഒരിക്കലും വേറൊരു മതത്തിലെ ജനങ്ങളെയോ അവരുടെ ദൈവങ്ങളെയോ ആക്ഷേപിച്ച് അവരെ ചീത്ത വിളിച്ച് വർഗീയത ഉണ്ടാക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഒരിക്കലും നേതൃത്വം നൽകിയിട്ടില്ല. ഒരിക്കലും ഒരു തീവ്രവാദമോ ഭീകരവാദമോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ആർക്കെങ്കിലും പറയാനുള്ള വകുപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളെ അതേ അടിയന്തരാവസ്ഥ കാലത്ത് പിടിച്ച് ജയിലിലിടുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പ്രവർത്തനത്തിന് യാതൊരു പ്രയാസവും അന്നും ഇന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഒരിക്കലും ഒരു തീവ്രവാദ ആശയങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ നയങ്ങളോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നുണ്ടായിട്ടില്ല. ഈ മഹത്തായ സംഘടന 100 വർഷം ഇവിടെ പ്രവർത്തിച്ചതിന്റെ ഫലം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ബീഹാറിൽ നിന്നും അസാമിൽ നിന്നും അതുപോലെ ബംഗാളിൽ നിന്നുമൊക്കെ വന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ കണ്ടാൽ സമസ്തയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും. അതെങ്ങനെ? അവരിൽ പലരുടെയും പേര് നജാത്തുള്ള, സദഖത്തുള്ള, നല്ല പേരാണ്. പക്ഷേ ഫാത്തിഹ അറിയില്ല, അവർക്ക് ഖുർആൻ അറിയില്ല, അവർക്ക് ഒതുവെടുക്കാൻ അറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള മുസ്ലിമീങ്ങൾ എന്തുകൊണ്ടായിപ്പോയി എന്ന് ചോദിച്ചാൽ അവിടെ പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടാണോ? അല്ല. ആ പണ്ഡിതന്മാർ സംഘടിതമായി നിന്ന് ജനങ്ങളെ സംഘടിപ്പിച്ച്, പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെ സംഘടിപ്പിച്ച് അങ്ങനെ നല്ല പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ശരിയായ വിവരം നൽകാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടന്നതുപോലെ നടന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ രൂപത്തിൽ അനാഥരായി പോയി. ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സെന്റിനറി പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് മറ്റ് പല സ്റ്റേറ്റുകളിലും നമ്മുടെ പണ്ഡിത സഭയുടെ ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കി പ്രവർത്തനം ഊർജിതപ്പെടുത്താനുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്